രാഷ്ട്രീയത്തിൽ പോട്ടെ, കേരളത്തിൽ നമ്മളെല്ലാം ശത്രുക്കളാണ്. എനിക്കറിയത്തില്ല, ഞാൻ ആ പൊളിറ്റിക്സിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്ന പൊളിറ്റിക്സിൽ എനിക്ക് ആരും ശത്രുവില്ല. ഇതിന്റെ പേരിൽ ഞാൻ പലതവണ വിമർശനം കേട്ടിട്ടുള്ള ആളാണ്. ഞാൻ ഓപ്പൺ മൈൻഡ് വെച്ചിരിക്കുന്ന വ്യക്തിയാണ്. അവര് നടത്തിയ സമരത്തെ ഞാൻ സമരമായി അംഗീകരിച്ചു, അവരെ റെസ്പെക്ട് ചെയ്യുന്നു. അവര് BJP പെട്ട വ്യക്തികളായതുകൊണ്ട് ഞാൻ റെസ്പെക്ട് ചെയ്യാതിരിക്കൂ? ഞാൻ റെസ്പെക്ട് ചെയ്തു. പക്ഷേ ഞാൻ അവിടെ തെറ്റിദ്ധാരണയുണ്ടെന്ന് ഞാൻ അവരെ കളിയാക്കിയതെന്ന് അങ്ങനെയൊന്നും അല്ല. അവരുടെ സമരം പിരിഞ്ഞു പോയതിനു ശേഷം എന്റെ നാട്ടുകാരാ, ഞാൻ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് പ്രൊട്ടക്ഷൻ വേണ്ട, ഞാൻ എഴുതി വേണം തന്നേക്കാൻ തോന്നി. പക്ഷെ അവർ പറഞ്ഞില്ല, ഞങ്ങൾക്ക് അത് വേണം. അവിടെ വന്നു, അവർ നിന്നു. അവരുടെ സമരം കഴിഞ്ഞപ്പോൾ ഞാൻ അവർ പിരിഞ്ഞു പോയപ്പോൾ ഞാൻ കൈ കൊടുത്തു. ഞങ്ങളുടെ നാട്ടിലെ സംസ്കാരം എൻ്റെ പിതാവിനെ കാണിച്ചിട്ടുള്ളതാണ്. ഞാൻ അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാവരെയും തുല്യമായി കാണുന്ന സമീപനമായിരുന്നു അദ്ദേഹത്തിന്. 80കളിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി നടത്തിയ ഒരു സമരം അത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ സമരം കഴിഞ്ഞപ്പോൾ കപ്പയും ബീഫും കഴിച്ച് അവർ പിരിഞ്ഞുപോയി. കപ്പയും ബീഫും ഞങ്ങളുടെ വീട്ടിലാണ് ഉണ്ടാക്കി കൊടുത്തത്. എൻ്റെ മനസ്സിലൂടെ അതേപോലുള്ള ഞങ്ങളുടെ വീടിനടുത്ത് വരുന്നവരെ അവർ പിരിഞ്ഞു പോകുമ്പോൾ ഒരു കൈ കൊടുത്ത് സന്തോഷത്തിൽ പിരിയാന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ അവര് പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ മുഖം തിരിച്ചു നിൽക്കുന്നുവെന്നോ അല്ലെങ്കിൽ അവരെ ഞാൻ പുച്ഛിച്ചതോ ഒന്നുമല്ല. അവരോട് എനിക്ക് തികഞ്ഞ ബഹുമാനമാണുള്ളത്. അവരെ പ്രതിപക്ഷ നിലയിൽ അവർ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള ബാധ്യത കൂടി എനിക്കുണ്ട്. അതല്ല, അവരെ കാണുമ്പോൾ തന്നെ എന്റെ കഴുത്ത് കൊടുക്കത്തില്ല. ഞാനങ്ങനൊന്നും പറഞ്ഞില്ല. ചർച്ച ചെയ്യണം, അതിന്റെ അർത്ഥം ഭയക്കുന്നു ആവാം, അല്ലാതാവാം. സർക്കാർ സർക്കാർ ഇവിടെ ഈ ഇലക്ഷൻ സമയത്ത് അവര് വെച്ച അന്വേഷണമല്ലേ, ചർച്ച ചെയ്യട്ടെ, അവര് തന്നെ മുൻകൈ എടുക്കട്ടെ. ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട്. ഞാനെന്ത് പറയാം, എന്തിനാ? കാരണം ഒരു മിസ്ഇൻഫർമേഷൻ നമ്മൾ കാണേണ്ട കാര്യമില്ല. ഇപ്പൊ തന്നെ കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഇതുപോലെ ആർക്കെങ്കിലും ബീഫ് കൊടുക്കുന്നതായിട്ട്? എനിക്ക് ഒരു കൊച്ചു കുട്ടി പോലും വിശ്വസിക്കുന്നില്ല ഇങ്ങനെ കേരളത്തിൽ നടക്കുന്നു. കേരളത്തിന് പുറത്തുള്ളവർ ചിലപ്പം വിശ്വസിക്കുമായിരിക്കും ഇങ്ങനെ കേരളത്തിൽ നടക്കുന്നു. കേരളത്തിൽ പുറത്തുള്ളവർ ആരെ വിശ്വസിക്കുക? എന്റെ ഓർമ്മയിൽ ഒരു സംഭവം പോലും ഇങ്ങനെ കേട്ടിട്ടില്ല. ബീഫ് നിർബന്ധമായി കഴിപ്പിച്ചു എന്നുള്ളത്. പിന്നെ അതിന്റെ പുറത്ത് ഒരു ഫിലിം എടുക്കുക, ചിലപ്പോൾ ബീഫ് കഴിക്കലെന്ന് പറഞ്ഞായിരിക്കും ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം കൊളസ്ട്രോൾ കാണും, ഇല്ലേ? അതായിരിക്കും ചിലപ്പോ. അല്ലാതെ കഴിപ്പിക്കുന്ന ഒരു സംഭവം, വല്ലവരുടെ ബീഫ് അടിച്ചു മാറ്റുന്ന സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആർക്കെങ്കിലും ബീഫ് കൊടുത്ത സംഭവം കേട്ട് ഞാൻ കേട്ടിട്ടില്ല. ചർച്ച നിങ്ങളുടെ ചാനൽസിൽ മാത്രമേ ഞാൻ കേൾക്കുന്നു. ഞാൻ അവരോട് സംസാരിച്ചപ്പോഴും ഇല്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ചാണ് ഡൽഹിക്ക് പോയത്, ഒരുമിച്ച് ഒരു കല്യാണത്തിന് പങ്കെടുത്തു. അതിനുശേഷം കോൺഗ്രസ് ലീഡർഷിപ്പിനെ കണ്ടു. ആരും എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെ ഇങ്ങനൊരു ചർച്ച ഉണ്ടായിട്ടുമില്ല. പക്ഷെ ചാനലുകളിൽ TRP കൂട്ടാനായിരിക്കും, എനിക്കറിയില്ല. എന്താണ് ഇതിങ്ങനെ ദിവസവും വരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അത് പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് വല്ലതും തടയാൻ പറ്റുമോ? എനിക്കെതിരെ പറയുന്നവരെ പോലും ഞാൻ തടയുന്നില്ല. പിന്നെ എനിക്ക് അനുകൂലമായിട്ട് പറയുന്നവരെ ഞാൻ തടയാൻ നിൽക്കണോ? എന്റെ സഹോദരി മത്സരിക്കുന്നത് നല്ലൊരു കാര്യമല്ലേ, അതിന് ഞാൻ തടയാൻ നിൽക്കണോ? നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ സ്വാതന്ത്ര്യം. അല്ല, ആര് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് നല്ല കാര്യമാണ്. ഇപ്പൊ പാർട്ടി തീരുമാനിക്കുക ഒരാൾ സ്ഥാനാർത്ഥിയാവണം, എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ കൂടി സ്ഥാനാർത്ഥിയാവണം. പാർട്ടി തീരുമാനിച്ചാൽ എനിക്കെന്താ എതിർപ്പ്?
അത് ഉമ്മൻചാണ്ടിയുടെ വിജയമല്ലേ? കാരണം ഉമ്മൻചാണ്ടിയുടെ 2 മക്കളും യോഗ്യരാണെന്ന് പാർട്ടി പറയുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ വിജയമാണ്. അവിടെ കപ്പ ബിരിയാണി ഓൾറെഡി ഉണ്ട്. വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ എല്ലാ നാടൻ വിഭവങ്ങളും ഉണ്ട്. എറണാകുളത്തെ പത്രക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. കാരണം ഇത്രയും രാത്രി വൈകി എന്നെ കാത്തിരുന്നുണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ 1-ാം തീയതി എൻ്റെ പിതാവിൻ്റെ പേരിൽ ഒരു റോഡ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ